മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല വസതിയായിരുന്ന ഉദകമണ്ഡലത്തിലേക്കാണ് ഈ യാത്ര, അഥവാ ഇന്നത്തെ ഊട്ടി എന്ന ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക്. കോട്ടയം, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വഴിക്കടവ്, ഗൂഡല്ലൂർ വഴിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. നിരവധി ഹെയർപിൻ ചുരങ്ങൾ കയറി ഗൂഡല്ലൂർ എന്ന മനോഹര സിറ്റിയിലേക്ക് നമ്മളെത്തും. മനോഹരമായ മലനിരകളും അവയെ ചുറ്റി നിൽക്കുന്ന മേഘക്കൂട്ടങ്ങളും ആരെയും ഹരം കൊള്ളിക്കുന്ന താഴ്വാരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന ചോലവനങ്ങളും നിറഞ്ഞ ഇവിടം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. ഹിൽ സ്റ്റേഷൻ്റെ രാജകുമാരി എന്നും ഇവിടം അറിയപ്പെടുന്നു. കോയമ്പത്തൂരിൽ നിന്നും 86 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടം ബൊട്ടാണിക്കൽ ഗാർഡൻ, ഊട്ടി തടാകം, സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്, പൈകാക്കര തടാകം, കുട്ടികളുടെ ഉദ്യാനം, മെഴുക് പ്രദർശനശാല, ഡോൾഫിൻ നോസ്, ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങി നിരവധി കാഴ്ചകളാണ് നമ്മെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മനോഹരമായ വഴിയും അവയ്ക്ക് ഇരുവശങ്ങളിലും കൊച്ചു കൊച്ചു വീടുകളും റിസോർട്ടുകളും ഒക്കെ നമുക്ക് കാണാം. നീലാകാശത്തിന് താഴെ കുന്നുകളിൽ മനോഹരമായ വീടുകൾ നിറഞ്ഞിരിക്കുന്നു. മലനിരകൾ തട്ടുതട്ടായി തിരിച്ച് അവയിൽ നിരവധി വീടുകളും റിസോർട്ടുകളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതിനിടയിൽ മനോഹരമായ കൃഷിയിടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും എല്ലാം നമുക്ക് ദർശിക്കാം. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും നല്ല ആംഗിളിലുള്ള ചിത്രങ്ങൾ നമുക്ക് അനായാസം പകർത്തുവാൻ സാധിക്കും.
ആ മല നിറയെ കൊച്ചു കൊച്ചു കെട്ടിടങ്ങളാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും അതിനിടയിൽ കൊച്ചു കൊച്ചു വീടുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എല്ലാത്തിലും ഉപരി നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും തണുത്ത അന്തരീക്ഷമാണ്. ആരെയും ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഊട്ടിയിലെ പ്രശസ്തമായ പൈൻ ഫോറസ്റ്റ്. അതിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഏതാണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ പ്രകൃതി സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രദേശമാണ് പൈൻ ഫോറസ്റ്റ്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു. ഈ മനോഹരമായ ലൊക്കേഷൻ എല്ലാ പ്രായക്കാരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങളും അവയുടെ ഇലകളും കൂടി മനോഹരമായൊരു ക്യാൻവാസ് സൃഷ്ടിക്കുന്നു. ആ മനോഹാരിതയിൽ ആരും ലയിച്ചു ചേരും. ഊട്ടിയിലെ പ്രശസ്തമായ ഒരു ഷൂട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഇവിടം. നമ്മളുടെ പ്രിയ താരങ്ങൾ എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് നൃത്തം ചെയ്തിരിക്കുന്നു. അനവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. തമിഴ്, ഹിന്ദി ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചിത്രീകരിച്ച ഒരു ലൊക്കേഷൻ കൂടിയാണിത്.
ഊട്ടി എന്ന ഹിൽ സ്റ്റേഷനിലെ മറ്റൊരു സ്വർഗമാണിവിടം. ആയിരം മുതൽ 4000 വർഷം പഴക്കമുള്ള മരങ്ങൾ നമുക്കിവിടെ കാണാം. ഫോട്ടോഗ്രാഫിക്കുള്ള മികച്ച പോയിന്റുകൾ ഇവിടെയുണ്ട്. ഇതിലൂടെ സഞ്ചരിച്ച് അങ്ങ് ചെല്ലുമ്പോൾ മനോഹരമായൊരു തടാകവും അതിന് ഓരത്തായി കുതിരസവാരിയും നമുക്ക് നടത്താൻ സാധിക്കും. മലങ്കാറ്റിൻ്റെ അനുഭൂതി നുകർന്നുകൊണ്ട് കുതിരസവാരി നടത്തി നമുക്ക് മറ്റൊരു ലോകത്തേക്ക് പറക്കുവാൻ സാധിക്കും. നിരവധി കുട്ടികളും മുതിർന്നവരും കുതിരപ്പുറത്തേറി പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ബോട്ടിംഗ് ഇല്ലാത്തത് എന്താണെന്നറിയില്ല. കുതിരപ്പുറത്തേറി ആൾക്കാർ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പിയാണ്. ഈ മലമുകളിലെ പ്രശസ്തമായ മറ്റൊരിടമാണ് ഊട്ടി തടാകം. അവധി ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. വാഹനങ്ങളും ആൾക്കാരും എല്ലാം ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. ഊട്ടിയിലെത്തുന്നവരെല്ലാം ഇവിടെയും സന്ദർശിക്കാറുണ്ട്. ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമാണിവിടം. പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായി നിരവധി കടകളും ചെറിയ ഹോട്ടലുകളും ഒക്കെയുണ്ട്. കുട്ടികൾക്ക് അനുയോജ്യമായ കളിപ്പാട്ടങ്ങളും തൊപ്പികളും കൂളിംഗ് ഗ്ലാസുകളും ഒക്കെ വിൽക്കുന്ന നിരവധി കടകൾ നമുക്ക് കാണാം. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയുമുണ്ട് ഇവിടെ. വിവിധ തരത്തിലുള്ള ഐസ്ക്രീമുകൾ നമുക്കിവിടെ കിട്ടും.
മനോഹരമായ മൈതാനം കടന്ന് വേണം നമുക്ക് തടാകത്തിലേക്ക് പ്രവേശിക്കുവാൻ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണം ആദ്യം. വിവിധ തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ അവൈലബിളാണ്. എന്നാൽ ഓരോന്നിനും പ്രത്യേകം ചാർജുകളാണ്. 5 പേരടങ്ങുന്നത്, 8 പേർക്ക് കയറാവുന്നത്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെയുണ്ട്. അവയ്ക്കെല്ലാം മുൻകൂട്ടി ടിക്കറ്റ് എടുക്കണം. തടാകത്തിനപ്പുറം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളാൽ സമ്പന്നമാണ്. ആയിരത്തി 824 ജോൺ സള്ളിവനാണ് ഈ തടാകം നിർമ്മിച്ചത്. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ടിക്കറ്റൊക്കെ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. മനോഹരമായൊരു പൂന്തോട്ടവും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അവിടേക്ക് ഇരുന്ന വിവിധ തരത്തിലുള്ള ഫോട്ടോകളും ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ആരെയും ആകർഷിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം ആണിത്. വിവിധ തരത്തിലുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാം. ഇത് 70 എന്ന് പറഞ്ഞ ഒരു തിയേറ്ററാണ്. വളരെ അത്ഭുതങ്ങളാണ് അതിൻ്റെ അകത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ മനോഹര കാഴ്ചകൾ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. ഇതാണ് ഊട്ടിയിലെ പ്രശസ്തമായ റോസ് ഗാർഡൻ. ഇയൽക്ക് കുന്നിൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡനാണ് മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം. 1000-ലധികം ഇനങ്ങളിലുള്ള റോസാച്ചെടികളുടെ പറുദീസയാണിവിടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ കൂടിയാണ് ഇവിടം. ഇവിടേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥ റോസാച്ചെടികൾക്ക് വളരെ അനുകൂലമാണ്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ ദിവസവും എത്താറുള്ളത്.
വളരെ ചെറിയത് തൊട്ട് വളരെ വലിയ റോസാപ്പൂക്കൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഊട്ടിയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും പകരുന്ന സുലഭ നിമിഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന റോസാ ചെടികൾ വിവിധ തരത്തിൽ പ്രത്യേകം ക്രമീകരിച്ച് നട്ടിരിക്കുന്നു. എല്ലാ കളറിലുമുള്ള റോസാപ്പൂക്കൾ നമുക്കിവിടെ കാണാം. മനോഹരമായ ഒരു ഗാർഡനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുവാൻ നമുക്കിവിടെ സാധിക്കും. ഈ മനോഹരമായ റോസ് ഗാർഡൻ സന്ദർശിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുന്നു. മനോഹരമായ വഴി, അത് ഇരുവശത്തും വലിയ തിരക്കാണ്. വാഹനങ്ങളും ആൾക്കാരും എല്ലാം നിറഞ്ഞിരിക്കുന്നു. ആ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള പ്രവേശന കവാടം. ഊട്ടിയിലെ നഗര ഹൃദയത്തിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും അത്ഭുതാവഹമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അമ്പത്തഞ്ച് ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ ഉദ്യാനം 1847 മാർക്കിസ് ആണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ വിരളമായ പല ചെടികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ ചെടികളെയും വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചിരിക്കുന്നു. മനോഹരമായ പുൽത്തകിടിയും തണൽ മരങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണിവിടം. കുരങ്ങൾക്ക് കയറാൻ പറ്റാത്ത മങ്കി പസിൽ മരം എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇരുപത് ദശലക്ഷം പഴക്കമുള്ള ഫോസിൽ മരം, പേപ്പർ ബാർക്ക് മരം എന്നിവയും നമുക്കിവിടെ കാണാൻ സാധിക്കും. മെയ് മാസത്തിലാണ് ഇവിടെ പുഷ്പഫല സസ്യ പ്രദർശനം നടക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അതിനുള്ള ഒരുക്കത്തിലായിരുന്നു. മനോഹരമായ കാഴ്ചകൾ കണ്ട് നീണ്ടു നൂർന്ന് കിടക്കുന്ന നടപ്പ് വഴിയെ നമ്മൾ എത്ര നടന്നാലും ക്ഷീണം അനുഭവപ്പെടുകയില്ല.
AC-യെ തോൽപ്പിക്കുന്ന മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടെ. ഇന്ത്യയുടെ രൂപത്തിൽ വിവിധ തരത്തിലുള്ള ചെടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണത്. എല്ലാ സ്റ്റേറ്റുകളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വിവിധ തരത്തിലുള്ള കുറ്റിച്ചെടികളും നമുക്കിവിടെ കാണാം. നമ്മൾ ഒരിക്കലും കാണാത്ത വിവിധ തരത്തിലുള്ള അപൂർവമായ നിരവധി സസ്യങ്ങളും ചെടികളും ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ ചെടികളോ പൂവോ ഒന്നും നമുക്ക് പറിക്കുവാൻ സാധിക്കത്തില്ല. അതിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട്. വിവിധ തരത്തിലും നിറത്തിലും വലുപ്പത്തിലുമുള്ള ഡാലിയ പൂക്കൾ ആരുടെയും മനം കുളിർപ്പിക്കുന്ന ഒന്നാണ്. മരത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു സംഭവമാണത്. അവിടെ നിന്നാൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണം നമുക്കിവിടെ ഒന്ന് ഓടിച്ചൊന്ന് കാണണമെങ്കിൽ. അത്രയ്ക്ക് വിശാലമായ ഇടമാണിവിടെ. പൂക്കളുടെ പറുദീസ് തന്നെയാണ്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ടീ ഫാക്ടറിയിലേക്കാണ്.
ചാഗ്രിൻ ക്രോസ്, ടിബറ്റൻ മാർക്കറ്റ്, അപ്പർ ബസാർ റോഡ്, കൊമേഴ്സ്യൽ മാർക്കറ്റ്, ഊട്ടി മുനിസിപ്പൽ മാർക്കറ്റ് എന്നിവയാണ് ഊട്ടിയിലെ ജനപ്രിയ മാർക്കറ്റുകൾ. ഇതൊരു ടീ ഫാക്ടറിയാണ്, ഇതൊരു ഔട്ട്ലെറ്റാണ്. വിവിധ തരത്തിലുള്ള ചായപ്പൊടികൾ നമുക്കവിടെ മേടിക്കാൻ കിട്ടും. മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയുമൊക്കെ എടുത്ത് വിവിധ തരത്തിലുള്ള ചായപ്പൊടികളും വാങ്ങി നമുക്ക് തിരിച്ച് വരാം. ഊട്ടിയിലെ മറ്റൊരു ആകർഷണമാണ് ടോയ് ട്രെയിൻ. മേട്ടുപ്പാളയത്തിൽ നിന്നും ആരംഭിക്കുന്ന ടോയ് ട്രെയിൻ കുന്നിൻ മുകളിലേക്ക് പൽചക്രത്തിൽ കൊളുത്തി വലിച്ച് പോകുന്നത് നമുക്ക് കാണാം. ഹിൽ ഗ്രോപ്പ്, കൂനൂർ, വില്ലിംഗ്ടൺ, അരവങ്കാട് വഴി ഈ ട്രെയിൻ ഊട്ടിയിലെത്തുന്നു. കാണുന്നതാണ് ഡോൾഫിൻ നോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. കൂനൂരിൽ നിന്നും 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. വിശാലമായ പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിവിടം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1550 അടി ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് 180 ഡിഗ്രി കാഴ്ചകൾ കാണാൻ സാധിക്കും. ഊട്ടി യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണിവിടെ. സിംസ് പാർക്കാണ് ഈ കാണുന്നത്. സിംസ് പാർക്ക്, കൂനൂർ. ഊട്ടിയിൽ പോകുമ്പോൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. കൂനൂരാണിത്. കൂനൂർ എന്ന സ്ഥലത്താണിത്. വർണ്ണാഭമായ 1000-ലധികം പുഷ്പങ്ങൾ കൊണ്ട് സമ്പന്നമാണിവിടെ. ഇത് നന്നായി പരിപാലിക്കുന്ന ഒരു ഗാർഡനാണ്. നല്ലവണ്ണം സമയം ചിലവഴിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു സ്ഥലമാണിവിടെ. അതിലെ നേരെ പോയ ചിൽഡ്രൻസ് പാർക്കും ബോട്ട് ഹൗസിലേക്കുള്ള വഴിയാണ്. അവിടെ ഒരു ചെറിയ തടാകമുണ്ട്. റോസ് ഗാർഡൻ, ബോട്ടിംഗ് ഏരിയ എന്നിങ്ങനെ പല ഭാഗങ്ങളുണ്ട് ഇവിടെ. നടപ്പാതകളൊക്കെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഗ്രീൻസ്റ്റാഡ്, കാരി പൈൻ, രുദ്രാക്ഷ വൃക്ഷം എന്നിവ നമുക്കിവിടെ കാണാം. കുടുംബസമേതം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഇടം കൂടിയാണിവിടെ. ഇതൊരു മിനി ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ്. വിവിധ തരത്തിലുള്ള ചെടികൾ വെട്ടി മനോഹരമായ നിർത്തിയ
സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് നമുക്ക് കുട്ടികളുടെ പാർക്കിലേക്ക് ചെല്ലാം. അവിടെ കുട്ടികൾക്കുള്ള വിവിധ തരത്തിലുള്ള റൈഡുകൾ തയ്യാറാക്കിയിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തായിട്ട് ചെറിയൊരു തടാകവും സ്ഥിതി ചെയ്യുന്നു. അവിടെ കുട്ടികൾക്ക് മാത്രമുള്ള ബോട്ടിംഗ് ആണ് അനുവദിച്ചേക്കുന്നത്. കാഴ്ചകളെല്ലാം കണ്ട് മനോഹരമായ മറ്റൊരു വഴിയിലൂടെ നമ്മൾ മടക്കയാത്ര ആരംഭിക്കുന്നു. മനസ്സു നിറയെ നല്ല ഓർമ്മകളും കണ്ണു നിറയെ മനോഹരമായ കാഴ്ചകളും സമ്മാനിച്ച് ഒരു മനോഹരമായ യാത്രയുടെ ഓർമ്മയോടെ നാട്ടിലേക്ക്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. നന്ദി.